ഈ ചില ആൾക്കാരുണ്ട് കേട്ടോ, ഡിപ്രഷനും കാര്യങ്ങളും എന്ത് വന്നാലും ഫുഡിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു എന്താ പറയുക സീറോ അല്ല, 100% ഇടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു ടൈപ്പാണ് കേട്ടോ ഞാൻ. കാരണം ഒരു ഫുഡിന് വേണ്ടിയിട്ടാണോ ജീവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഞാൻ അത് തന്നെയാണെന്ന് പറയാം. കാരണം ഫുഡിങ് ഒരു സ്പെഷ്യലാണ്, എപ്പോഴും സംതിങ് സ്പെഷ്യൽ എന്ന് പറയുന്ന പോലെയാണ്. കാരണം ഫുഡിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. ഇനിയിപ്പം സാലറി ക്രെഡിറ്റ് ആവുന്നതും എന്തെങ്കിലും ഫസ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, പ്രത്യേകിച്ച് ഫുഡിൻ്റെ വല്ല ഐറ്റംസ്. അപ്പം അത്രയും ഫുഡി ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇനി ജോലി ഇല്ലാത്തത് പോലും എന്നെ ബാധിച്ചിട്ടില്ല എന്ന് പറയാം. കാരണം എന്ത് ഫുഡാണെങ്കിലും ഞാൻ എൻജോയ് ചെയ്ത് കഴിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടിയത് ബ്രെഡായിരുന്നു. അപ്പം സ്ഥിരം നമ്മൾ ടോസ്റ്റ് ചെയ്ത് ജസ്റ്റ് കഴിക്കുകയാണ് പതിവ്. അപ്പം ജസ്റ്റ് ഒരു വെറൈറ്റി എന്ന രീതിയിൽ ഒരു സ്വീറ്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നമ്മൾ ട്രൈ ചെയ്തത് കേട്ടോ. അപ്പം ദോശയുടെ മാവ് ഒഴിക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ ഗീയൊക്കെ ഒഴിച്ചത്. ഇവിടെ എല്ലാവർക്കും ഗീയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഗീ നമ്മൾ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി ടോസ്റ്റ് ചെയ്തെടുക്കുക. പക്ഷേ ചെറുതായിട്ട് കരിഞ്ഞിട്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതിനിടയിൽ കുറച്ച് വർത്താനം കാര്യങ്ങളായപ്പം അങ്ങനെ കരിഞ്ഞു പോയതായിരുന്നു. അങ്ങനെ ആദ്യം കുറച്ച് മണ്ടത്തിന് പറ്റും, അത് സ്വാഭാവികമാണല്ലോ. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ടിങ് കുറച്ച് 2-3 ബ്രെഡ് വെച്ചിട്ട് അതൊരു ഭംഗിക്കുന്ന രീതിയിൽ മാത്രം എടുത്തു. പിന്നെ കുറച്ച് ടൈം അവിടെ പോയി. അങ്ങനെ കുറച്ചധികം ബ്രെഡ് ഉണ്ടായിരുന്നു, കാരണം വീട്ടിൽ കുറച്ചധികം ആൾക്കാരുണ്ട്. അപ്പം എല്ലാവർക്കും കൂടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ സെക്കൻഡ് റൗണ്ട് നമ്മൾ എല്ലാ ബ്രെഡും കൂടിയിട്ട് അതിലിട്ടു കേട്ടോ. പിന്നെ രണ്ടാമത് നമ്മൾ ഗീ ഒന്നുകൂടിയും പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഗീ ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഗീയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ കുറച്ച് അധികമാണ് ഇട്ടത്. അങ്ങനെ എല്ലാം ഒരൊറ്റ റൗണ്ടിൽ ചെയ്യാവുന്ന കേസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു മണ്ടത്തിലാണ്, അതിൻ്റെ ഇടയിൽ ഗ്യാസും കൂടി ഓഫായി പോയി. അങ്ങനെ ഇത് ടോസ്റ്റ് ചെയ്ത് വരുന്നൊരു ടൈം മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഈസിയാണ് കേട്ടോ. ഇനി ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് മറച്ചിടാനൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതല്ലാതെ വേറൊരു കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമുക്ക് എന്തോ ഭാഗ്യത്തിന് കാര്യമായിട്ട് കരിയാറിൻ്റെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ചിലത് മാത്രം കരിഞ്ഞിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മളെ സമാധാനിപ്പിക്കുക. പിന്നെ വേണ്ടത് പാലാണ്. ഇത് ഓൾറെഡി നമ്മൾ തിളപ്പിക്കാത്തൊരു പാല് ആണ് എടുത്തത്. പിന്നീട് വേണ്ടത് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക ജസ്റ്റ് ചതച്ചതാണ്. അതും കൂടി നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഓക്കെ, നന്നായി തിളയ്ക്കണം. പിന്നെ പാലിൻ്റെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ തിളയ്ക്കുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്നത് വരെ തിളച്ച് പോവില്ല. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും നീങ്ങി അത് പോവും. അതാണ് ഇതിൻ്റെ കേസ്. പിന്നെ അത്യാവശ്യത്തിന് മധുരം ആഡ് ചെയ്യുക. പിന്നെ ഈ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 2-3 ടീസ്പൂണാണ് നമ്മൾ മധുരം ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നീട് വരുന്നത് ഈ പൗഡർ നമ്മൾ ജസ്റ്റ് പാലിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മധുരം ഇട്ടിട്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇളക്കുക. അങ്ങനെ ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്ക് വീണ്ടും ഇളക്കിയൊരു കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് നമുക്കൊന്നുകൂടി മിക്സ് ചെയ്യാം. അത് വീണ്ടും ഇളക്കുക. അങ്ങനെ ഇളക്കിയതിന് ശേഷം അത് ചൂടാറിയതിന് ശേഷം ബ്രെഡ് അതിലിട്ട് ജസ്റ്റ് ഒരു തണുപ്പിച്ച തിന്നാണ്.